ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഒരു കുക്കീസ് മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫാമിലിയൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു ബാറ്റർ വെച്ചിട്ട് രണ്ട് റെസിപ്പീസാണ് ഞാൻ കാണിക്കുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് കുക്കീസാണ് കാണിക്കുന്നത്. നമുക്കും എങ്ങനെ പെർഫെക്റ്റായിട്ട് കുക്കീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടത് 2 കപ്പ് മൈദയാണ്. 250 ml മെഷറിംഗ് കപ്പാണ്. അതിൽ 2 കപ്പാണ് ഞാൻ അളവെടുക്കുന്നത്. അപ്പോൾ അത് 2 കപ്പ് എടുക്കുക. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഒരു സ്പൂണ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മൈദ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്താക്കുന്നുണ്ട്, ആ ഒരു സ്പൂൺ എടുത്തിട്ട് അതിന് പകരം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇടുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. അപ്പോൾ അതും ഇട്ടിട്ട് അത് നല്ലോണം സീവ് ചെയ്തിട്ട് ആദ്യം വെക്കുക. ഓക്കെ, ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ഇടുന്നത് എൻ്റെ അടുത്ത് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് 2-3 പ്രാവശ്യം സീവ് ചെയ്തിട്ട് അതവിടെ വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു നനവില്ലാത്തൊരു ബൗൾ എടുക്കുക. ഓക്കെ, അതിലേക്ക് നമ്മൾ 100 ഗ്രാം ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അൺസാൾട്ടഡ് ആയാലും സാൾട്ടഡ് ആയാലും കുഴപ്പമില്ല. അൺസാൾട്ടഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒരു നുള്ള് ഉപ്പ് ഇതിലിട്ടാൽ മതി. അതിന് സാൾട്ടഡ് ആണെങ്കിൽ ഉപ്പ് ഒഴിവാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണേ നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ 100 ഗ്രാം ബട്ടർ ആദ്യം നമ്മൾ ബൗളിലേക്ക് ഇടുക. ഇതിലേക്ക് ബട്ടർ ഇട്ടതിന് ശേഷം 2 കപ്പ് അളവിൽ ഷുഗർ ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് നമ്മൾ പൊടിക്കുകയൊന്നും ചെയ്യുന്നില്ല, സാധാ ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെയാണ്. അതങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ഞാനിത് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താലും ഈ ബിസ്ക്കറ്റിന് നമുക്കൊരു ക്രിസ്പിനെസ് വേറെ തന്നെ ഒന്ന് വരും. നമ്മൾ പൊടിച്ചിട്ട് ചെയ്യുന്നത് അതും ഉണ്ട്, പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടെക്സ്ചർ കിട്ടും. നമുക്ക് ഈ 2 കപ്പിന് പകരം 1 കപ്പ് ഗ്രാനുലേറ്റഡ്, അതായത് വൈറ്റ് ഷുഗറും 1 കപ്പ് ബ്രൗൺ ഷുഗറും അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വൈറ്റ് ഷുഗറും ബാക്കിയുള്ള ഭാഗം പിന്നെ ബ്രൗൺ ഷുഗർ അങ്ങനെ എടുത്തിട്ട് ചെയ്യുക. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഷുഗർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, സാധാ നോർമൽ ഷുഗർ തന്നെയാണ്. അത് പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലോണം എഗ് ബീറ്റർ കൊണ്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുമ്പോൾ തെറിക്കൊക്കെ ചെയ്യും, അതൊന്നും ഒരു കുഴപ്പമില്ല. അത് നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് ഇട്ടിട്ട് അത് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം രണ്ടും കൂടെ മിക്സാക്കി എടുക്കുക. ഇത് രണ്ടും മിക്സാക്കുമ്പോൾ നമുക്കൊരു ഫ്ലഫി ആയിട്ടുള്ള ടെക്സ്ചർ അങ്ങനെയൊന്നും കിട്ടില്ല. പക്ഷേ ഇങ്ങനെ രണ്ടും, അതായത് ആ ബട്ടറും ഈ ഷുഗറും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പരിവാവും. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒന്ന് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് അത് ഫുള്ളായിട്ട് കമ്പൈൻ ചെയ്യണം, ഈ ഷുഗറും ഈ ബട്ടറും കൂടെ. ഓക്കെ, അപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഈ സമയത്ത് ചേർത്താൽ മതി, ഉപ്പ് ചേർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള 2 മുട്ട ചേർക്കുക. മുട്ട ചേർത്തിട്ട് അത് ബ്ലെൻഡ് ആയത് കണ്ടില്ല, അതിന് ശേഷമാണ് ഇത് ചേർക്കേണ്ടത്. ഓക്കെ, അത് ചേർത്തിട്ട് നല്ലോണം അതും ബീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഷുഗർ കുറച്ചും കൂടെ എന്താവുന്നത്, ഒന്ന് മെൽട്ടായിട്ട് വരുന്നത്. അല്ലാണ്ട് ബട്ടറും ഷുഗറും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ അങ്ങനൊന്നും എന്തായി വരില്ല, കമ്പൈൻ ചെയ്ത് അത് അലിഞ്ഞ് വരില്ല. ഈ മുട്ടയും കൂടെ അതിൽ ചേർക്കുമ്പോഴാണ് കുറച്ച് അലിയുന്നത്, ഫുള്ളായിട്ട് അലിയില്ല. അങ്ങനെ തന്നെയാണ് നമുക്ക് ആ ടെക്സ്ചർ കിട്ടേണ്ടത്. ഒരു ഷുഗറിൻ്റെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് പോലെ ആ ഷുഗർ അവിടെ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഞാൻ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ മുട്ടയും കൂടെ ഇട്ടിട്ട് ഇത് നല്ലോണം ബീറ്റ് ചെയ്യുക. കുറച്ച് സമയം തന്നെ നല്ലോണം ബീറ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ അതൊരു ഫ്ലഫിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സാധാരണഗതിയിൽ കുക്കീസിന് ആരും ഇങ്ങനെ ബീറ്റ് ചെയ്യില്ല, പക്ഷേ ഇങ്ങനെ ബീറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. ഇത് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുന്ന ഒരു കുക്കീസാണ്. നമുക്കൊരു ഫാസ്റ്റായിട്ട് ചെയ്യുന്ന കുക്കീസും ഉണ്ട്, പക്ഷേങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ചോക്കോ ചിപ്പ് കുക്കീസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഒരു ഫ്ലഫിനെസ് ആക്കി എടുക്കുക. ഓക്കെ,
നെക്സ്റ്റ് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യുക, എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്ത് വെച്ചില്ലേ, അതൊരു 3 ബാച്ചായിട്ടാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കുക, ഒറ്റയടിക്ക് ഇടാതെ ഒരു 3 പാർട്ടായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിക്കോ. അപ്പോൾ നമ്മളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 100 ഗ്രാം ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യുക. ഞാനിവിടെ 100 ഗ്രാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചർ കാണാൻ പറ്റും. അതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ ചോക്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു നമ്മുടെ കുക്കിംഗ് ചോക്ലേറ്റ് ഇല്ലേ, അതിൻ്റെ ഒരു പീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് കൂടുതൽ അങ്ങനെ വേണമെങ്കിൽ, പക്ഷെ അങ്ങനെ ഇട്ടാലാണ് ഒരു ഭംഗിയും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതും കൂടെ ഇടുക. ഈ ബാറ്റർ നമ്മൾ കണ്ടില്ലേ, ഫസ്റ്റ് ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി അല്ലേ. അപ്പോൾ ഇതും കൂടെ ഇട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ടൈറ്റായിട്ട് വരും. അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ ഈ ഒരു കുക്കീസിൻ്റെ ഡോ വേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വല്ലാണ്ട് ടൈറ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു മിനിമം ഒരു 1 ഹവറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് സെറ്റ് ചെയ്യാൻ കൊടുക്കണം. പറ്റുമെങ്കിൽ മാക്സിമം 24 ഹവേഴ്സ് കൊടുക്കുക. നമ്മൾ എത്രത്തോളം കൂടുതൽ കൊടുക്കുന്ന ടൈം അത്രത്തോളം നമ്മളെ കുക്കീസ് നന്നാവും എന്തായാലും. അപ്പോൾ കൂടുതൽ ടൈം കൊടുക്കാൻ പാടില്ല, ഒരു 24 ഹവേഴ്സ് മാക്സിമം. ഓക്കെ, അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തപ്പോൾ നിങ്ങൾ അതിൻ്റെ കളർ ചേഞ്ച് ശ്രദ്ധിച്ച് കാണും. അപ്പോൾ എന്നിട്ട് അതിന് എന്ത് ചെയ്യുക, ഞാൻ ഫസ്റ്റ് സ്കൂപ്പറിൻ്റെ ആ ഒരു സൈസിലാണ് എടുക്കുന്നത്. നമ്മൾ ഐസ്ക്രീം സ്കൂപ്പറില്ലേ, അതിൻ്റെ ആ ഒരു സൈസിലാണ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത്. ഞാൻ 3 സൈസിൽ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് ഈ സൈസിൽ പിന്നെ അതിന്ന് സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ട്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്കൂപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ എടുത്താൽ മതി. ഷേപ്പ് ആക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ബോൾസ് ആക്കണമെങ്കിൽ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഇത് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 12 to 15 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്മോൾ സൈസിലുള്ള കുക്കീസില്ലേ, അത് നമുക്കൊരു വേറൊരു ടൈപ്പ് ആക്കിയിട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുക. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളെ കുക്കിംഗ് ചോക്ലേറ്റ് ഇല്ലേ, അതും ഒരു 2 ടീസ്പൂണ് ടേബിൾ സ്പൂണ് നമ്മൾ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ എന്താ നിങ്ങളെ കയ്യിലുള്ള അത് ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂണ്. അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക, ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണ് ബട്ടർ യൂസ് ചെയ്യുക. എന്താ വെച്ചാൽ ആ ഗ്ലേസിങ് വരേണ്ടിയിട്ടാണ്. അത് എടുത്തിട്ട് അത് മെൽറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലുള്ള ഒരു സോസ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളെടുത്ത് കഴിഞ്ഞാൽ പാട്ടൊക്കെ ഉണ്ടാവില്ല, അതിൽ ഈ സ്മോൾ സൈസിലുള്ള കുക്കീസ് ഇട്ടിട്ട് ഈ സോസ് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ മെസ്സി കുക്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റേത് നമ്മൾ ചോക്ലേറ്റ് ചിപ്സിൻ്റെ തന്നെ അതേ ബാറ്റർ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഈ ഒരു കുക്കി കൂടെ ഉണ്ടാക്കുന്നത്. സെയിം തന്നെയാണ്, പക്ഷേ അത് സ്മോൾ സൈസ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു ഇതിലിട്ട് ഈ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് മാറി. അപ്പോൾ എന്താ മെസ്സി കുക്കീസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യും, ഈ സോസ് നമുക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നു. വളരെ ടേസ്റ്റാണ്, നല്ല. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കാത്തവർ ഇതൊരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. അത്രയും ടേസ്റ്റാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ നമ്മൾ മക്കൾക്ക് എന്തായാലും ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ സെക്കൻഡ് ഉണ്ടാക്കിയ കുക്കിയാണ് ഇത്. സെക്കൻഡ് കൈ കൊണ്ട് ബോളാക്കിയിട്ടില്ല, ആ ഒരു ഷേപ്പിലുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുന്നതാണ്. നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് ടെക്സ്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടില്ല. ആ ടെക്സ്ചർ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ, നമ്മളിത് കൈ കൊണ്ടൊന്നും ആക്കിയതല്ല, അത് അങ്ങനെ തന്നെ ആ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ഷേപ്പിലായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സെക്കൻഡ്
ആക്കിയ ആ സൈസിലുള്ള കുക്കിയാണിത്. ഫസ്റ്റ് ഉള്ളത് എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ. ഓക്കെ, എന്തായാലും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ നമ്മൾ ഈ സിറപ്പ് ഉണ്ടല്ലോ, ഈ സോസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു. എന്നിട്ട് ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഞാനിത് ഉണ്ടാക്കിയിട്ട് അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള കുക്കീസും കൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എങ്കിൽ ദെൻ ഓക്കെ, അസ്സലാമു അലൈക്കും.